ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീട്ടിൽ സേമിയ പായസം ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ അത് കാണിക്കാമെന്ന്. അപ്പം നമ്മൾ സേമിയ പായസത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സിന്തോമ കേട്ടോ ഉണ്ടാക്കുന്നതെന്ന്, സേമിയ പായസം ഉണ്ടാക്കുന്ന സിന്തോമയാണേ. അപ്പം തന്നെ നമുക്ക് സേമിയ താണ്ട് ഇവിടെ നമ്മൾ മുറിച്ച് എടുക്കുകയാണ്. നമ്മൾ സേമിയ എടുക്കുന്നുണ്ട്, പിന്നെ സേമിയ മിക്സുമായിട്ടാണ്, രണ്ടും കൂടെ ചേർത്താട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുറിച്ച് കഴിഞ്ഞിട്ടാണ്. സിന്തോമ അവിടെ അത് മുറിക്കുന്ന സമയം കൊണ്ട് അതുകൊണ്ട് ഇവിടെ ഉരുളി ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് അത് വറുത്തെടുക്കണം. നമ്മൾ ഈ പാക്കറ്റ് വാങ്ങിച്ചാൽ മാത്രമേ നമ്മൾ വറുത്തെടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഇത് വാങ്ങിച്ചാൽ മാത്രമേ വറുത്തെടുക്കൂ. മറ്റേ പായസം മിക്സിനകത്ത് അത് വറുത്താണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നട്ട്സും മുന്തിരിയും കൂടെ ഇനി നമുക്ക് വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നട്ട്സും മുന്തിരി നമുക്ക് വറുത്ത് കോരാം. ഇനി വറുത്ത് കോരിയിട്ട് കാണാവേ. നട്ട്സും മുന്തിരി ഇവിടെ വറുത്തിട്ട് ഇനി സേമിയ വറക്കാവേ. അപ്പോൾ നമ്മൾ ഒടിച്ചു വെച്ച സേമിയൊക്കെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ വറുത്തിട്ട് കാണാവേ. നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 300 ഗ്രാം സേമിയയ്ക്കും 300 ഗ്രാം പായസം മിക്സിനുമായിട്ട് നമ്മൾ 4 കവർ പാലാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് 3 കവർ പാൽ ആദ്യം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൂന്നാമത്തെ കവർ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാതെ പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അടിച്ചു പിടിക്കുകയാണെങ്കിൽ കേട്ടോ. ഇപ്പോൾ നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിൽമേഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കാം. പായസം അങ്ങനെയുള്ളത് ദേഹാവേ. അടുത്ത ഞായറാഴ്ച പോയാലോ? കുടിച്ചു നോക്ക്. നല്ലതാണോ? ആഹാ, എന്നെയാണോ ജയിക്കുന്നത്? അങ്ങനെയുണ്ട്. നല്ല ഓക്കെ. അപ്പം അച്ഛമ്മ വന്നിട്ടുണ്ട്. നല്ലതാണ്. അങ്ങനെയുണ്ട് മേഡം. കുടിക്കാതെ കുടിക്കുന്നതിന് മുമ്പ് ആള് പറയാം കൊള്ളാം. എങ്ങനെയുണ്ടാ? കൊള്ളാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സിന്തോമ്മയ്ക്കും കൂടെ കൊടുക്കാം. അങ്ങനെയുണ്ട്. അടിപൊളി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. ഞാനും കൂടെ ഒന്ന് കൊടുത്ത് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.